കുമ്പളങ്ങ അച്ചാറുണ്ടാക്കുന്ന വിധം. കുമ്പളങ്ങ നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ടു, ഒരു സ്പൂൺ ഉപ്പിട്ടു, ഒരല്പം വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. അടുപ്പത്ത് വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് വേവണം, ഒത്തിരി വേവണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. കുമ്പളങ്ങ അടുപ്പത്ത് വെച്ച് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്ന മുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഇനി ഒന്ന് മൂക്കണം. നല്ലെണ്ണയ്ക്കിടുന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ചുമന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ. ഇതിലേക്ക് ഞാൻ അല്പം നല്ല മുളക് പൊടി, ഉലുവ വറുത്ത് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ഇങ്ങോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. ഇച്ചിരി കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാവണം. നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. വിനാഗിരിയൊക്കെ ഒഴിച്ച് ഇത് നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ കുമ്പളങ്ങ വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫാക്കി വാങ്ങാം. നമ്മുടെ കുമ്പളങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇപ്പം തന്നെ ചൂടോടുകൂടെ മാറ്റി വയ്ക്കണം. ചൂടാറുമ്പോൾ ഉണങ്ങിയ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം.